ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. സീറോ മലബാർ വേദ പഞ്ചാംഗം സ്ലീഹകാലം 1-ാം ഞായർ പെന്തക്കൊസ്ത തിരുനാൾ. പെന്തക്കൊസ്തായും പാപമോചനവും തമ്മിൽ വളരെ നേരിട്ട ഒരു ബന്ധമുണ്ട്. അതാണ് ഇന്നത്തെ തിരുവചന വായന. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 19 മുതൽ 23 വരെയുള്ള തിരുവചനങ്ങൾ. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ ആയ ആ ദിവസം തന്നെ വൈകിട്ട് ശിഷ്യന്മാർ ആയിരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഇത് പറഞ്ഞിട്ട് അവൻ തൻ്റെ കൈകളും പാർശ്വവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഇങ്ങനെ പറഞ്ഞതിന് ശേഷം അവൻ അവരുടെ മേൽ ഊതിക്കൊണ്ട് അവരോട് അരുളി ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കും. ആരുടെ പാപങ്ങൾ നിങ്ങൾ നിലനിർത്തുന്നുവോ അവ അവർക്ക് നിലനിർത്തിയിരിക്കും. ഇതിനകത്ത് ഞാൻ ഒരു പ്രധാനപ്പെട്ട വാക്ക് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അവരുടെ മേൽ ഊതിക്കൊണ്ട്. മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ട ഈശോ മിശിഹ സ്ലീഹന്മാരുടെ മേൽ ഊതിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ. അങ്ങനെ ഊതിയിട്ട് പറയാണ്, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളവേ. എന്തിനാണ് ഊതിയത്? നിങ്ങൾ ഈ പെന്തക്കൊസ്തക്കാരും യഹോവ സാക്ഷികളും ദൈവസഭക്കാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഈ കാച്ചിക്കുറുക്കിയ എണ്ണയല്ല നിങ്ങളുടെ അതാണ് നിങ്ങളുടെ പരിശുദ്ധാത്മാവ്, ഞങ്ങളുടെ പരിശുദ്ധാത്മാവ് അതല്ല എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ഈ കാച്ചിക്കുറുക്കിയ എണ്ണ എവിടെ നിന്ന് വരണമെന്ന് അറിയാമോ? ഈശോ തന്നെ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. തുപ്പൽ കൊണ്ട് ചെളിയുണ്ടാക്കി കണ്ണുകൾ പൂശിയിട്ടുണ്ട്. എന്തിനാ അങ്ങനെ ചെയ്തേ? അവൻ സർവശക്തനല്ലേ, ഒരു ഒറ്റ വാക്കുകൊണ്ട് സുഖപ്പെടുത്തിക്കോടെ. പിന്നെ എന്തിനാ നിലത്ത് തുപ്പി ചേറുണ്ടാക്കി കണ്ണുകൾ പൂശി സിലോഹായി പോയി കഴുകാന്ന് പറയണേ? ഈ ബെത്സയിദയിലെ അല്ലേ ആ മനുഷ്യൻ്റെ, രോഗിയായ മനുഷ്യൻ്റെ ചെവിയിൽ വിരലിട്ടു, ഈ നാക്കിൽ ഇങ്ങനെ വിരൽ തുപ്പിയിട്ട് ഇങ്ങനെ തൻ്റെ വിരലിൽ ഈശോ തുപ്പിയിട്ട് അവന് നാക്കത്ത് തൊട്ടു. എന്നിട്ട് മുകളിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, എഫാത്ത, തുറക്കപ്പെടട്ടെ. എന്തിനാ ഈ വിരലിങ്ങ് ചെവിയിലിടണേ? എന്തിനാണ് ഈ മറ്റേ വിരലിൽ തുപ്പിയിട്ട് നാക്കത്ത് തൊട്ടണേ? എന്തിനാണ് സ്വർഗത്തിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ പറയണേ? ഇതെല്ലാം കൂതാശയാണ്, അടയാളം. കാണപ്പെടുന്ന അടയാളം, കാണപ്പെടാത്ത ദൈവിക ജീവൻ പരിശുദ്ധാത്മാവ്. അദൃശ്യനായ പരിശുദ്ധാത്മാവിനെ നൽകാൻ ദൃശ്യമായ അടയാളം, ഇതിനാണ് കൂതാശ എന്ന് പറയണേ. അപ്പോൾ ഈശോ ഊതുന്നു എന്ന് പറയുന്നത് ഒരു അടയാളമാണ്. ദൈവത്തിൻ്റെ കാറ്റ്, ദൈവത്തിൻ്റെ പരിശുദ്ധ റൂഹായെ ഈശോ നൽകുകയാണ്. കൂതാശയാണത്, അതാണ് ഊതണേ. അപ്പോൾ ഇത് തിരിച്ചറിയാതെയാണ് ഈ സഭയ്ക്കെതിരെയുള്ള അവരുടെ വിചാരം പരിശുദ്ധാത്മ പറഞ്ഞാൽ ഭാഷാപരത്തർ സംസാരിക്കുന്നതാണ്, ഒരു കൂട്ടപ്രാർത്ഥന ചൊല്ലുന്നതാണ്, പിന്നെ ചില അത്ഭുതങ്ങൾ ഉണ്ടാവുന്നതാണ്. ഇതൊക്കെയാണ് അവർ പരിശുദ്ധാത്മാവെന്ന് വിചാരിക്കണേ. അതല്ല ഈശോ നൽകിയത്. ഈശോ അവരുടെ മേൽ ഊതി. അവിടെ ഒരു അത്ഭുതമൊന്നുമില്ല. ഈശോ ഊതിയിട്ട് പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളവേ. കാണപ്പെടുന്ന അടയാളമായ ഈ ഊതലിലൂടെ കാണപ്പെടാത്ത പരിശുദ്ധാത്മാവിനെ കൈമാറുകയാണ് ഉത്തിതനായ കർത്താവ്. ദൈവാത്മാവിൻ്റെ കൂതാശയാണ്, അടയാളമാണ് ഈശോയുടെ മനുഷ്യത്വം. ദൈവാത്മാവിൻ്റെ കൂതാശയാണ്, അടയാളമാണ് ഈശോയുടെ മനുഷ്യത്വം. അതുകൊണ്ടാണ് അവൻ അത് ഊതുന്നത്. യോഹന്നാന്റെ സുവിശേഷം 6:53-58 അത് പറഞ്ഞിട്ടുണ്ട്. കത്തോലിക്ക സഭ മതബോധനം 116 നമുക്ക് വായിച്ചു നോക്കാം. അപ്പോൾ ഈശോ മിശിഹ തൻ്റെ ശിഷ്യന്മാർക്ക് തൻ്റെ ഉത്ഥാന സമ്മാനമായി പരിശുദ്ധാത്മാവിനെ കൈമാറുകയാണ്. ആദാമിൻ്റെ നാസാരന്ധ്രങ്ങളിലേക്ക് ദൈവം ജീവശ്വാസം നിശ്വസിച്ച് ജീവൻ കൊടുത്തതുപോലെ ഉൽപ്പത്തി പുസ്തകം 2:7 അല്ലെങ്കിൽ ജ്ഞാനം 15:11 അതിൻ്റെ ഒരു റെഫറൻസ് ഉണ്ട്. ശിഷ്യന്മാരിലേക്ക്, സ്ലീഹന്മാരിലേക്ക് ഉത്ഥിതനായ കർത്താവ് പരിശുദ്ധാത്മാവിനെ അയക്കുകയാണ്. അവസാനത്തെ ആദാമാണ് ഈശോ. അപ്പോൾ ആദ്യത്തെ ആദാമായ ആദ്യത്തെ മനുഷ്യനിലേക്ക് അവൻ്റെ നാസാരന്ധ്രങ്ങളിലേക്ക് ദൈവം ഊതി അവന് ജീവനുള്ളവനാക്കി തീർത്തു. ഇതുപോലെ രണ്ടാമത്തെ ആദാമായ ഈശോ പുതിയ സൃഷ്ടികർമ്മത്തിൽ സ്ലീഹന്മാരിലേക്ക് തൻ്റെ ആത്മാവിനെ അയച്ച് അവന് പരിശുദ്ധാത്മ കൊണ്ട് നിറയ്ക്കുകയാണ്. അതെന്നാണത്? കർത്താവ് ഉയർപ്പിക്കപ്പെട്ട ദിവസമാണത്. എന്താണ് പിന്നെ പെന്തക്കൊസ്ത നാളിൽ സംഭവിച്ചത്? അതൊക്കെ ഞാൻ വളരെ വിശദമായിട്ട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഈശോ ഉത്ഥാനം ചെയ്ത അന്ന് ശിഷ്യന്മാർക്ക്, സ്ലീഹന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് അവരുടെ മേൽ ഊതി ഒരു കൂതാശയിലൂടെ പരിശുദ്ധാത്മാവിനെ കൊടുക്കുകയാണ്. 2 പ്രാവശ്യം പൗലോസിലേക്ക് എഴുതിയിട്ടുണ്ട്, നമ്മുടെ രക്ഷയുടെ അച്ചാരമായി അവൻ നൽകിയത് പരിശുദ്ധ റൂഹായെയാണ്. അച്ചാരം എന്ന് പറഞ്ഞാൽ ഡൗൺ പേയ്മെൻ്റ് എന്നാണ്, ആദ്യ ഗഡു.
ഇപ്പം ഞാൻ നിങ്ങൾക്കൊരു 1000 രൂപ തരാനുണ്ടെങ്കിൽ അതിന് ഉറപ്പിനായിട്ടൊരു 100 രൂപ തരുന്നു, അച്ചാരം തരുന്നു. പിന്നെ ബാക്കിയുള്ളത് പിന്നീട് തരുമെന്ന് പറയുന്നതിനുള്ള ഒരു ഉറപ്പ്. ഇതുപോലെ രക്ഷയുടെ പൂർണ്ണത എന്ന് പറയുന്നത് നമുക്ക് മരിച്ചതിന് ശേഷം കിട്ടുന്നതാണ്. പക്ഷെ അതിൻ്റെ ആദ്യ ഗഡുവായി, രക്ഷയുടെ ആദ്യ ഗഡുവായി ദൈവിക ജീവന്റെ ആദ്യത്തെ ഗഡു നൽകുകയാണ് പരിശുദ്ധാത്മ നൽകിക്കൊണ്ട്. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. പഴയ നിയമത്തിൽ മരിച്ചൊരു കുട്ടിയെ തൻ്റെ ഏലിയ പ്രവാചകൻ ഈ മരിച്ച കുട്ടിയെ തന്റെ ശ്വാസം നിശ്വസിപ്പിച്ചുകൊണ്ടാണ് ഉയർപ്പിക്കുന്നത്. രാജാക്കന്മാരുടെ പുസ്തകം 1-ാമത്തെ പുസ്തകം 17-ാം അധ്യായം 21-ാം വാക്യം. ആത്മാവിന്റെ നിശ്വസനത്താൽ ദൈവം അസ്ഥികളുടെ ഒരു സൈന്യത്തെ ഉയർപ്പിച്ചതായിട്ട് യെഹെസ്കേൽ പ്രവാചകൻ പറയുന്നുണ്ട് 37-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ. ആ 37-ാം അധ്യായം മുഴുവൻ ഏതാണ്ട് ആ സംഭവമാണ്. ആത്മാവൻ നിശ്വസനത്താൽ ദൈവം അസ്ഥികളുടെ സൈന്യത്തെ ഉയർപ്പിക്കുന്നു. ഈ തിരുവചന പാഠങ്ങൾ, അതായത് ഏലിയ പ്രവാചകൻ ഒരു കുട്ടിയെ, മരിച്ച കുട്ടിയെ തന്റെ ശ്വാസം, ആ കുട്ടിയിലേക്ക് ശ്വാസം നിശ്വസിച്ചുകൊണ്ട് അവൻ ഉയർപ്പിക്കുന്നു. ആ നിശ്വസിക്കുക, ഊതുക. അവിടെയും ആത്മാവിന് നിശ്വസനത്താൽ ദൈവം അസ്ഥികളുടെ ഒരു സൈന്യത്തെ ഉയർപ്പിക്കുന്നു. അവിടെയൊക്കെ അതിനൊക്കെ ഹീബ്രുവിലല്ല, അതിൻ്റെ ഗ്രീക്ക് പരിഭാഷ സെപ്തജിന്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ് എംഫ്യുസാവോ. എംഫ്യുസാവോ എംഫ്യുസാവോ അതേ വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഈശോ ഊതിക്കൊണ്ട് അതിലൊരു സന്ദേശം കൈമാറില്ലേ, ഒരു സന്ദേശം കൈമാറാണ്. ഈശോ തൻ്റെ സ്ലേഹന്മാരെ പുതിയ ജീവനിലേക്ക്, പുതിയ ജനസിലുള്ള ജീവനിലേക്ക് ഉയർത്തുകയാണ്. ചുരുക്കത്തിൽ ഈ തൻ്റെ സ്ലേഹന്മാരുടെ ഒരു മാമോദിസയാണ് ഇവിടെ നടക്കുന്നതെന്ന് പറയാം. മാമോദിസയാണ് നടക്കുന്നത്. അവർ ഉന്നതത്തിൽ നിന്ന്, സ്വർഗത്തിൽ നിന്നുള്ള മനുഷ്യനിൽ നിന്ന് പരിശുദ്ധാത്മാവാകുന്ന കാറ്റിനാൽ വീണ്ടും ജനിക്കുകയാണ്. യോഹന്നാൻ 3:5. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇതിനു മുമ്പല്ലേ അവരെ സ്ലീഹന്മാർ പൗരോഹിത്യം കൊടുത്ത് പുരോഹിതന്മാരാക്കിയത് അന്ത്യത്താഴത്തിൽ? തീർച്ചയായിട്ടും ഉണ്ട്. നമ്മൾ ഈ ദൈവിക രഹസ്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഇന്നലെ, ഇന്ന്, നാളെ ആ കാര്യങ്ങളൊക്കെ ചിന്തിച്ചാൽ, ഈ സ്ഥലകാല സംബന്ധിയായിട്ട് ചിന്തിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടില്ല. അങ്ങനെയല്ല അത് നടക്കുന്നത്. കാരണം ഈ ഈശോ 12 പേരെ തെരഞ്ഞെടുത്ത് വാഴിച്ചുവെന്ന് മർക്കോസിന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായത്തിൽ കിടപ്പുണ്ട്, 13 മുതൽ വചനങ്ങൾ. അപ്പോൾ ആ വാഴിക്കൽ പിന്നെ എന്താണ്? അവിടെ വാഴിക്കൽ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വാഴിക്കൽ ഒറ്റ നിമിഷം കൊണ്ട് നടക്കുകയല്ല. അവർ തിരഞ്ഞെടുത്തു. നമ്മൾ സെമിനാരിലില്ലേ, ഈ പൗരോഹിത്യത്തിൻ്റെ ആരംഭം എവിടെയാണ്? സെമിനാരി ചേരുമ്പോഴാണ്. ദൈവം വിളിക്കുകയാണ്. ആ പിന്നെ വിളിയിലെ അത് തിരിച്ചറിഞ്ഞ് വളർന്ന് പിന്നെ ഒരു ദിവസം പട്ടം കൊടുക്കുകയാണ്. അപ്പോൾ അതെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. ഒരു സെക്കൻഡ് കൊണ്ടല്ല എല്ലാം സംഭവിക്കുന്നത്. അവൻ വിളിക്കുന്നു, തിരഞ്ഞെടുക്കുന്നു, വാഴിക്കുന്നു. ഇതെല്ലാം ആ വാഴിക്കലിൻ്റെ വിവിധ ഘട്ടങ്ങളാണ്. അപ്പോൾ ഈ സ്ഥലം, സമയം, ഇതൊക്കെ ദൈവിക കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ദൈവിക മണ്ഡലത്തിൽ നിന്നുകൊണ്ടാണ് ചിന്തിക്കാനായിട്ട്. അല്ലെങ്കിൽ നമുക്ക് ഈ അർത്ഥങ്ങളൊന്നും മനസ്സിലാക്കില്ല. ഇപ്പം നമ്മൾ കുർബാനയിൽ തന്നെ ഇല്ലേ, തിരുരക്താകുന്നതിന് മുമ്പ് തന്നെ അവൻ്റെ തിരുരക്തം കൊണ്ട് റൂഷ്മ ചെയ്യപ്പെടുന്നെന്ന് പറഞ്ഞിട്ടാണ് അച്ഛൻ വീഞ്ഞ് കാസയിൽ ഒഴിക്കുന്നത്. തിരുരക്തമായിട്ടില്ല, ആകാൻ പോണേ ഉള്ളൂ, അനാഫറ തുടങ്ങിയിട്ടൊന്നുമില്ല. പക്ഷേ അവൻ്റെ തിരുരക്തം കൊണ്ട് അവൻ്റെ കാസ റൂഷ്മ ചെയ്യപ്പെടുന്നെന്നാണ് പറയണേ, തിരുരക്തം കൊണ്ട്. അപ്പോൾ തിരുരക്തം ആയിട്ടില്ലല്ലോ, ആകാൻ പോണേ ഉള്ളൂ, പക്ഷെ തിരുരക്തം എന്നാണ് പറയണേ. അതായത് ദൈവം അത് തീർച്ചയായിട്ടും ചെയ്തിരിക്കുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് അങ്ങനെ പറയണേ, ഉറപ്പുള്ളത് കൊണ്ട്. അപ്പം അവിടെ ഇന്നലെ, ഇന്ന്, നാളെ അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന ആ കലണ്ടർ ടൈമൊന്നും ലിറ്റർജിക്ക് ബാധകമല്ല. ഈ ലിറ്റർജി തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത് പൗരോഹിത്യത്തിൽ. അപ്പോൾ ഇപ്പോഴാണ് മാമോദീസ, പൗരോഹിത്യം കഴിഞ്ഞിട്ടാണ് മാമോദീസ എന്നൊക്കെ ചോദിച്ചാൽ അത് ദൈവിക യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചുള്ള അജ്ഞതയല്ലാതെ, അതായത് ദൈവിക രഹസ്യങ്ങൾ തിരിച്ചറിയാനായിട്ട് നമ്മൾ ഈ സ്ഥലകാല സംബന്ധി അല്ലാത്ത ഒരു ഘട്ടത്തിലേക്ക്, ലിറ്റർജിയുടെ മണ്ഡലത്തിലേക്ക് പ്രവേശിച്ചാലേ അത് മനസ്സിലാകൂ. ദൈവമാണ് പ്രവർത്തിക്കുന്നത്. ലിറ്റർജി ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. അവന് ഈ ഇന്നലെ, ഇന്ന്, നാളെ ഒന്നുമില്ല. ഈശോ മിശിഹ ഇന്നലെ, ഇന്നും, നാളെ ഒന്നാണെന്നല്ലേ ഹെബ്രായ ലേഖനത്തിൽ പറയണേ. ആ തരത്തിൽ ദൈവിക മണ്ഡലത്തിൽ നിന്നുകൊണ്ട് വേണം ചിന്തിക്കാനായിട്ട്. അപ്പം നമുക്ക് വലിയ പ്രശ്നം ഉണ്ടാകില്ല. ഇങ്ങനെ പരിശുദ്ധാത്മാവിനെ കൊടുത്തു കഴിഞ്ഞിട്ട് കർത്താവ് എന്താ പറയുന്നത്? നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അവ മോചിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ നിലനിർത്തുന്നുവോ നിലനിർത്തിയിരിക്കും. വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. 1-ാമത്തെ അധ്യായത്തിൽ ഈശോ വരുന്നത് കണ്ടപ്പോൾ സ്നാപയോഹന്നാൻ പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ലോകത്തിൻ്റെ പാപം വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. എന്നിട്ട് ആ കുഞ്ഞാട് പാപമോചനത്തിന് അധികാരം തൻ്റെ സ്ലീഹന്മാർക്ക് നൽകുകയാണ്. നിങ്ങൾ ദൈവമെന്നല്ല, നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അവ മോചിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ നിലനിർത്തുന്നുവോ അവ നിലനിർത്തിയിരിക്കും.
ലോകത്തിന്റെ പാപങ്ങൾ വഹിക്കുന്ന ദിവ്യകുഞ്ഞാടായ ഈശോ, കാരുണ്യത്തിന്റെയും പാപമോചനത്തിന്റെയും അനുരഞ്ജനത്തിന്റെയും ശുശ്രൂഷകനായിരുന്ന ഈശോ, അവന്റെ ദൗത്യം, പാപമോചിക്കാനുള്ള ദൗത്യം, ആ ശുശ്രൂഷ അത് സ്ലീഹന്മാരിൽ തുടരുകയാണ്. 2 കൊരിന്ത്യർ 5:18-20 അത് പറയുന്നുണ്ട്. യാക്കോബ് 5-14-15 വാക്യങ്ങൾ പറയുന്നുണ്ട്. നമ്മുടെ പാപം, ലോകത്തിന്റെ പാപം നീക്കാൻ ഒരാളുണ്ട് എന്ന് ലോകത്തോട് പ്രഘോഷിക്കണം സ്ലീഹന്മാര്. അത് പ്രഘോഷിച്ചാൽ മാത്രം പോരാ, അവരുടെ പാപങ്ങൾ അത് മോചിക്കുകയോ നിലനിർത്തുകയോ, അതുമാണ് ഈ കുമ്പസാരം എന്ന കൂതാശയിൽ ചില പാപങ്ങൾ മോചിക്കേണ്ടി വരും, ചില നിലനിർത്തേണ്ടി വരും. അതൊക്കെ നിശ്ചയിക്കാനാണ് ഈ മോറൽ തിയോളജിയൊക്കെ പഠിക്കുന്നത്. അതെല്ലാം തിരുവചനങ്ങളുടെ വെളിച്ചത്തിലാണ്. ചുരുക്കത്തിൽ ലോകത്തിന്റെ പാപം നീക്കുന്ന ദിവ്യ കുഞ്ഞാടിന്റെ പരിശുദ്ധാത്മാവ് സ്ലീഹന്മാർക്ക് ഉള്ളതുകൊണ്ട്, അവർക്ക് ഇട്ടതുകൊണ്ട്, ഈ ദിവ്യ കുഞ്ഞാട്, ലോകത്തിന്റെ പാപം വഹിക്കുന്ന ദിവ്യ കുഞ്ഞാടിന്റെ ദൗത്യം സ്ലീഹന്മാര് അവൻ രണ്ടാമതും വരുന്നത് വരെ ഈ ലോകത്ത് തുടരണം. യേശുവിന്റെ നാമത്തിൽ പാപങ്ങൾ മോചിക്കാനും പാപങ്ങൾ നിലനിർത്താനുമുള്ള ഈ അധികാരത്തെയാണ്, കെട്ടാനും അഴിക്കാനുള്ള അധികാരമായിട്ട് പത്രോസിനും സ്ലീഹന്മാർക്കും നൽകപ്പെട്ടിരിക്കുന്നത് പറയുന്നുണ്ട്. മത്തായി 16:19, 18:18, കത്തോലിക്ക സഭയുടെ മതപാഠം 553-730. ചുരുക്കത്തിൽ ദൈവം ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ എന്നല്ല പറഞ്ഞത്, നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ. എങ്കിലും ഒരു കാര്യം നമ്മൾ ഓർക്കണം. ആദിമസഭയിൽ ഏറ്റവും ഗൗരവമായ പാപങ്ങൾ മാത്രമേ രഹസ്യ കുമ്പസാരമായി നടത്തിയിരുന്നുള്ളൂ. മറ്റതെല്ലാം പൊതു കുമ്പസാരമാണ്. കുർബാന അർപ്പിക്കപ്പെടുന്നത് പാപങ്ങളുടെ മോചനത്തിന് വേണ്ടിയാണ്. വളരെ ഗൗരവമേറിയ പാപങ്ങളൊക്കെ രഹസ്യ കുമ്പസാരത്തിലൂടെ, അല്ലാത്തതൊക്കെ പരസ്യമായ പൊതു കുമ്പസാരത്തിലൂടെ. അങ്ങനെ ഒരു പൊതു കുമ്പസാരമാണ് കുർബാനയിൽ നടക്കുന്നത്. ലത്തീൻ റീത്തിലാണെങ്കിൽ തുടക്കത്തിൽ തന്നെ കുർബാന തുടക്കത്തിൽ തന്നെ ഒരു കുമ്പസാരമാണ് ഇല്ലേ. എൻ്റെ പിട എന്ന് പറഞ്ഞിട്ടുള്ള ഇതാണ്. സീറോ മലബാർ സഭയുടെ കുർബാനയിൽ ആണെങ്കിൽ 2 കുമ്പസാരങ്ങൾ ദിവ്യകാരണ സ്വീകരണത്തിന് മുമ്പായിട്ട് വെച്ചിട്ടുണ്ട്. അനുതാപ ലുത്തിനിയ എന്ന് പറഞ്ഞിട്ട് 2 ഭാഗങ്ങളുണ്ട്. അതെല്ലാം പാപങ്ങളുടെ മോചനത്തിന് വേണ്ടിയാണ്. എങ്കിലും വളരെ ഗൗരവമായ പാപങ്ങളുണ്ടെങ്കിൽ അത് രഹസ്യ കുമ്പസാരത്തിലൂടെ നടക്കേണ്ടതാണ്. രക്ഷയുടെ ആദ്യം അതൊരു പ്രോസസ്സാണ്. ഒരു നിമിഷത്തിൽ രക്ഷിക്കപ്പെടുകയല്ല, രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ആദ്യ ഘട്ടം എന്ന് പറയുന്നത് പാപമോചനമാണ്. പാപമോചനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ നിത്യജീവിതം ജീവിച്ചുകൊണ്ടിരിക്കുക. അന്തിമമായിട്ട് നമ്മൾ ദൈവത്തിൻ്റെ തേജസ്സിലേക്ക് പ്രവേശിക്കും, അവനെ മുഖത്തോട് മുഖം കാണാനായിട്ട്. പാപങ്ങളുടെ മോചനം ഇല്ലെങ്കിൽ ഈ രക്ഷ ആസ്വദിക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ദൈവത്തോട് നേരിട്ട് പറയണമെന്നല്ല കർത്താവ് ഈശോ മിശിഹാ പറഞ്ഞത്, നിങ്ങൾ എന്ന് പറഞ്ഞ സ്ലീഹന്മാർക്കാണ്. അത് ആ തിരുവചനത്തോട് വിശ്വസ്ത പുലർത്തുന്നെങ്കിൽ നമ്മൾ ഈ കുമ്പസാരത്തിനെ സമീപിക്കണം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഏറ്റവും വലിയ അത്ഭുതം നടക്കുന്ന ഒരു വേദിയാണ് കുമ്പസാരക്കോട്. അത് പക്ഷെ വേണ്ട വിധത്തിൽ അപ്രോച്ച് ചെയ്താലേ കാര്യമുള്ളൂ. അതായത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന ത്രിയേക ദൈവവുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയാണത്. അത് വൈദികരും ആ തരത്തിൽ കാണേണ്ടതുണ്ട്. ഈ കുമ്പസാരത്തെ സമീപിക്കുന്നവരും അങ്ങനെ കാണേണ്ടതുണ്ട്. വൈദികർ തന്നെയും ഈ കുമ്പസാരത്തിന് ഇതുപോലെ കുമ്പസാരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ലോകത്തിൻ്റെ പാപം വഹിക്കുന്ന ദിവ്യ കുഞ്ഞാട് എങ്ങനെയാണ് നമ്മുടെ പാപങ്ങൾ വഹിച്ച് ഇപ്പോൾ മാറ്റുന്നതെന്ന് നമുക്ക് തിരിച്ചറിയാനും അനുഭവിക്കാനും കഴിയട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.